ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് റിലേഷനെ കുറിച്ചിട്ടാണ്. 4 ഗ്രൂപ്പ്സ് ഓഫ് പബ്ലിക്കാണ് നമുക്ക് ഉള്ളത്. കസ്റ്റമേഴ്സ്, അതുപോലെ ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ആൻഡ് കമ്മ്യൂണിറ്റി. ഈ 4 ഗ്രൂപ്പ്സുമായിട്ടും ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പ്സുമായിട്ട് ഒരു റിലേഷൻസ് എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കണം. ആ റിലേഷനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. എഡ്വേർഡ് ലൂയിസ് ബേർണി കൺസിഡേഴ്സ് ടു ബി ദി ഫൗണ്ടർ ഓഫ് മോഡേൺ പബ്ലിക് റിലേഷൻ്റെ ഫൗണ്ടർ ഫാദർ ആയിട്ടാണ് ഇദ്ദേഹത്തെ എഡ്വേർഡ് ലൂയിസ് ബേർണിനെ കണക്കാക്കുന്നത്. ഈ ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, അതുപോലെ എൻഗേജ് ചെയ്യുക ആൻഡ് ബിൽഡിംഗ് എ റിലേഷൻഷിപ്പ് വിത്ത് കീ ഷെയർ ഹോൾഡേഴ്സ് അക്രോസ് ന്യൂമറീസ് പ്ലാറ്റ്ഫോംസ് ഇൻ ഓർഡർ ടു ഷേപ്പ് ആൻഡ് ഫ്രെയിം ദി പബ്ലിക് പെർസെപ്ഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ പബ്ലിക്കിൻ്റെ പെർസെപ്ഷൻ, അവർ ചിന്തിക്കുന്ന രീതി എന്താണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പബ്ലിക്കുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻഫർമേഷൻ എപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക, എൻകറേജ് ചെയ്യുക, അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെ ഇറ്റ് റിഫേഴ്സ് ടു ദി ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ബൈ എ കമ്പനി ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദി ഇമേജ് ഓഫ് ദി കമ്പനി, ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് പോളിസീസ് ഇൻ ദി ഐസ് ഓഫ് ദി പബ്ലിക്. ഇത് എന്ന് പറയാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ പബ്ലിക് റിലേഷന്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് കമ്പനിയാണ്. അവർ കമ്പനിയിലെ പോളിസീസും പ്രൊഡക്ട്സൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ആയിട്ട് ഒരു റിലേഷൻസ്, അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കുമായിട്ട് ഒരു റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു എഡ്വേർഡ് ലൂയിസ് ബേർണിനെയാണ് ഫാദർ ഓഫ് മോഡേൺ പബ്ലിക് റിലേഷൻസ്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് റിലേഷൻ എന്ന് വെച്ചാൽ it is an attempt by information persuasion and adjustment engineer public support for an activity, cause, movement or institution. പബ്ലിക് റിലേഷൻ എന്ന് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് റിലേഷൻ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ഇൻഫോർമേഷനോ അതുപോലെ പെർസുവേഷൻ ചെയ്യണം. പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ പ്രേരിപ്പിക്കുക, അവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക, എന്നിട്ട് ആക്ടിവിറ്റീസൊക്കെ പബ്ലിക്കിൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് മൂവ് ചെയ്യാൻ, അതിനൊരു തടസ്സങ്ങളും അതിൻ്റെ മൂവ്മെൻറ്റിലും അതിനൊന്നും ഒരു തടസ്സം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് റിലേഷൻ. മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ, ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ് ഐഡിയ ഓർഗനൈസേഷൻ എക്സെട്ര. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യാണ്. പ്രൊഡക്റ്റിൻ്റെ ഒന്നും കൂടി എന്താണ്, പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പബ്ലിക്കുമായിട്ട് എന്താ റിലേഷൻഷിപ്പ് മെയിൻ ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അറിവുണ്ടാവാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു. പബ്ലിക് ഗ്രൂപ്പ് വെച്ചിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായ ഓർഗനൈസേഷൻസുമായിട്ടും അവരുടെ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യലാണ് മെയിനായിട്ട് വരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് ടു ബിൽഡ് ക്രെഡിബിലിറ്റി ആൻഡ് പബ്ലിക് ഇമേജും അതുപോലെ പബ്ലിക്കിൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെ ബിൽഡ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. പിന്നെ പറയുന്നത് ടു മോട്ടിവേറ്റ് ആൻഡ് ഹെൽപ്പ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ഫോഴ്സ് സെൽ ദി പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മോട്ടിവേറ്റേഴ്സിനെയൊക്കെ എന്ത് ചെയ്യാണ്, അവരുമായിട്ട് റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് അത് കീപ്പ് ചെയ്യുക, അവർ മോട്ടിവേറ്റ് ചെയ്യുക വേണ്ടിയിട്ടൊക്കെ ഈ പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ടു റെഡ്യൂസ് പ്രൊമോഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് എമൗണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും ഇറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവരുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. പിന്നെ വരുന്നത് ടു ഓവർകം നെഗറ്റീവ് പബ്ലിസിറ്റി. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ചില കാര്യങ്ങൾക്കൊക്കെ എന്തൊരു കാര്യം എടുക്കുകയാണെങ്കിലും അതിന് പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് അതിനേക്കാളും ഉണ്ടായിരിക്കും, പോസിറ്റീവിനേക്കാളും നെഗറ്റീവ് സൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ ആ നെഗറ്റിവിറ്റി മാറ്റാൻ വേണ്ടിയിട്ട്, ആ നെഗറ്റീവ് സൈഡ് പബ്ലിസിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു ഇൻഫ്ലുവൻസ് ദി ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ ടുവാർഡ്സ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും അതുപോലെ ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള അവരുടെ ബിഹേവിയർ എന്തൊക്കെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് എപ്പോഴും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ അറിയാൻ പറ്റും.
അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ്. പിന്നെ പറയുകയാണെങ്കിൽ പബ്ലിക്കുമായിട്ടൊരു സപ്പോർട്ട് ഈ ഒരു ഓർഗനൈസേഷന് കിട്ടാൻ വേണ്ടിയിട്ടും പബ്ലിക് റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, സ്ട്രോങ് ഇമ്പാക്റ്റ് ഓൺ പബ്ലിക് അവയർനെസ് അറ്റ് ദി ലോവസ്റ്റ് കോസ്റ്റ്. പബ്ലിക്കുമായിട്ട് എപ്പോഴും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റ് കുറച്ചിട്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം പബ്ലിക്കുമായിട്ട് എപ്പോഴും നല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമുക്ക് ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ അവർ അവതരിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അവയർനെസ്സും അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറ്റും. പിന്നെ വരുന്നത് ഹെൽപ്പ് ഇൻ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാത്ത ആളുകളാണെങ്കിൽ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ എംപ്ലോയീസ് മൊറൈൽ. എംപ്ലോയീസിൻ്റെ ധാർമ്മികത ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ മൊറൈൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ക്രെഡിബിൾ ദാൻ ആൻ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പബ്ലിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻ എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ട് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ ക്രെഡിബിൾ ആണ്. പിന്നെ വരുന്നതാണ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു പീപ്പിൾസിന് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പബ്ലിക് റിലേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു റീച്ച് എ സ്പെസിഫിക് ഗ്രൂപ്പ്. ഇവിടെ അവർക്കൊരു സ്പെസിഫിക് ഗ്രൂപ്പ് ഉണ്ട്. പബ്ലിക് റിലേഷൻ പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ചേർന്നാണ് പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് ആ സ്പെസിഫിക് ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ, അവരുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ കീപ്പിംഗ് ഗുഡ് ആൻഡ് ഹെൽത്തി റിലേഷൻ. നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗുഡും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് മേജർ ടൂൾസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓർ പബ്ലിക് റിലേഷൻ മിത്സ്. പബ്ലിക് റിലേഷൻ്റെ മേജറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസും ടെക്നിക്സൊക്കെ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരികയാണെങ്കിൽ ന്യൂസ് ആൻഡ് പ്രസ് റിലീസ്. പബ്ലിക്കുമായിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് ആൻഡ് പ്രസ് റിലീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ആൻഡ് പ്രസ് റിലീസ് ക്രിയേറ്റ് എ ഫേവറബിൾ ന്യൂസ് അബൌട്ട് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പേഴ്സണൽ. കമ്പനീനെ കുറിച്ചിട്ടുള്ള നല്ലതായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കസ്റ്റമേഴ്സിന് ഈ ഒരു പത്രം വഴി അല്ലെങ്കിൽ പ്രസ്സിലൂടെയൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ന്യൂസ് ആൻഡ് പ്രസ് റിലീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സ്പീച്ചസ്. അതായത് കമ്പനിയുടെ പബ്ലിസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഫീച്ചേഴ്സ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ പബ്ലിസിറ്റി ഇൻക്രീസ് ചെയ്യും. ആ പബ്ലിസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ ഈവൻറ്റ്സ്. ഇപ്പോൾ ചില കമ്പനികൾ ചില ഈവൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഇവൻറ്റ്സിൽ അവരുടെ പേരുകളൊക്കെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പറയും, ആ കമ്പനിയുടെ പേര്. അപ്പോൾ അതും അങ്ങനെയും പബ്ലിക്കുമായിട്ടുള്ള ഒരു അറ്റൻഷൻ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, റിട്ടേൺ മെറ്റീരിയൽസ്. അതായത് റിട്ടേൺ മെറ്റീരിയൽസ് ആയിട്ടുള്ള ബ്രോഷേഴ്സ്, ആർട്ടിക്കിൾസ്, കമ്പനി ന്യൂസ് ലെറ്ററിലും അല്ലെങ്കിൽ കമ്പനി മാഗസിനിലെ ആനുവൽ റിപ്പോർട്ട്സിലൊക്കെ എന്തുണ്ടായിരിക്കും, ഇൻഫോർമേഷൻസ് ഈ കമ്പനീനെ കുറിച്ചിട്ടും പ്രോഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പരസ്പരം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പബ്ലിക് റിലേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ് ആയി ചില ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാവും, പരസ്യം അല്ലെങ്കിൽ വീഡിയോസ്, ഓഡിയോ കാസറ്റ്സും സ്ലൈഡ്സും സൗണ്ട് പ്രോഗ്രാംസൊക്കെ പബ്ലിക് റിലേഷൻ ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്. അതായത് കമ്പനി അവരെന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് ഇമേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മണിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു സർവീസ് ആക്ടിവിറ്റീസിലൊക്കെ വേണ്ടിയിട്ട്. അതായത് സോഷ്യൽ സർവീസിനൊക്കെ വേണ്ടിയിട്ട് ആ കമ്പനി ഇത്ര രൂപ ഡൊണേറ്റ് ചെയ്തിപ്പോൾ പ്രളയം വന്നു, അപ്പോൾ പ്രളയത്തേക്ക് ഈ കമ്പനി ഇത്ര ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് പറയുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ വരും, അവർ ജേർണലിസ്റ്റിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഫേമിനെ കുറിച്ചുള്ള സ്റ്റോറീസൊക്കെ കൊണ്ടുവരും. ഒരു ഇൻ്റർവ്യൂ ആയിട്ടൊക്കെ കമ്പനീനെ കുറിച്ചിട്ട് കൊണ്ടുവന്നാൽ അതും പബ്ലിക്കുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ
അവിടെ എന്തുണ്ടായിരിക്കും, ബിസിനസ് ന്യൂസും, അതായത് ഫേസ്ബുക്ക് വഴി, യൂട്യൂബ് വഴി, ട്വിറ്റർ വഴിയൊക്കെ എന്തുണ്ടാവും, ബിസിനസ് ന്യൂസൊക്കെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പബ്ലിക് റിലേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മേജർ ടൂൾസ് ഓഫ് പബ്ലിക് റിലേഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഇവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഓർ സ്പോൺസർഷിപ്സ്. ഇവൻറ്റ്സും എക്സ്പീരിയൻസും അതുപോലെ സ്പോൺസർഷിപ്പ് എന്നും പറയും. ഇവൻറ്റ്സ്, എക്സ്പീരിയൻസ് ഓർ സ്പോൺസർഷിപ്സ്. നമുക്കറിയാം ഇന്നത്തെ കാലത്തിൽ കമ്പനീസൊക്കെ ഒരു മേജർ ഇവൻറ്റ്സിലൊക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർസ് എന്നുള്ള പ്രോഗ്രാം, അതൊക്കെ എടുക്കുമ്പോൾ എന്തുണ്ടായിരിക്കും, പവേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇന്ന കമ്പനി, അല്ലെങ്കിൽ സ്പോൺസേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഇന്ന കമ്പനി എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ എന്ത് ചെയ്യണം, ഒരു ബ്രാൻഡ്സിനെ കുറിച്ച് ആളുകളുടെ ഇടയിലേക്ക് അവയർനെസ് ഉണ്ടാക്കുകയാണ് ഈ ഇവൻറ്റ്സും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് പരിപാടിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സിന് അറ്റൻഷൻ എപ്പോഴും കീപ്പ് ചെയ്യുക, അവരുടെ ബ്രാൻഡ് നെയിം എപ്പോഴും അവരെന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഇവൻറ്റ്സ്, എക്സ്പീരിയൻസസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. എ സ്പോൺസർ ഇസ് ദി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ദാറ്റ് പ്രൊവൈഡ്സ് ദി സപ്പോർട്ട്. ഈ ഒരു സ്പോൺസർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്രൂപ്പിന് വേണ്ട, ആ കമ്പനിക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അതായത് ബിഗ് കമ്പനീസൊക്കെ അവരുടെ മേജർ ഇവൻറ്റ്സും സ്പോൺസർഷിപ്പ് വഴിയാണ് നടത്തുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു ഗെറ്റ് വൈഡ് എക്സ്പോഷർ ടു ദയർ ബ്രാൻഡ്. അവരുടെ ബ്രാൻഡിനെ കൂടുതൽ എക്സ്പോഷർ ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആളുകൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി, ആ ബ്രാൻഡുമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ കൂടുതലായിട്ടും സ്പോൺസർ ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡ്, അവരുടെ കോർപ്പറേറ്റ് നെയിംസ് ഒക്കെ ഈ ഒരു ഇവൻറ്റ്സ് വഴി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഈ ഒരു സ്പോൺസറിങ് ഇവൻറ്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് എന്തൊക്കെ കാരണങ്ങളിലാണ് ഈ ഒരു ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് വൺ, ടു ഐഡൻറ്റിഫൈ ദി പെർട്ടിക്കുലർ ടാർഗറ്റ് മാർക്കറ്റ് ഓർ ലൈഫ് സ്റ്റൈൽ. അതായത് ഇന്ന് പുതിയ ടാർഗറ്റ്, നമ്മുടെ പെർട്ടിക്കുലർ ടാർഗറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇവൻറ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. കാരണം ആ ടാർഗറ്റ് മാർക്കറ്റ്, ഇപ്പോൾ ഒരു ഇവൻറ്റ്സ് ആണെങ്കിൽ അതിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ടു ഇൻക്രീസ് അവയർനെസ് ഓഫ് എ കമ്പനി ഓർ പ്രോഡക്റ്റ് നെയിം. ആ ഇവൻറ്റ്സിൽ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ എന്തുണ്ടായിരിക്കും, ആ സ്പോൺസർഷിപ്പിൻ്റെ കമ്പനി ഏതാണ്, കമ്പനിയുടെ പേര്, കമ്പനിയുടെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ളൊക്കെ അവയർനെസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, ടു എൻഹാൻസ് കോർപ്പറേറ്റ് ഇമേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇവൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു ക്രിയേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് എവോക്ക് ഫീലിങ്സ്. അതായത് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ഒരു എവോക്ക് ഫീലിംഗ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്പോൺസറിങ് ഇവൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എവോക്ക് ഫീലിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്ന ഫീലിങ്സ് ആണെന്ത് ഇത്. അപ്പോൾ അത് എപ്പോഴും കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്പോൺസറിങ് ഇവൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു എക്സ്പ്രസ് കമ്മിറ്റ്മെൻറ്റ് ടു കമ്മ്യൂണിറ്റി ഓർ ഓൺ സോഷ്യൽ ഇഷ്യൂസ്. അതായത് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ നമ്മൾ ഇടപെടാനും അതുപോലെ അവരുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്പോൺസറിങ് ഇവൻറ്റ്സ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടു എൻ്റർടൈൻ കീ ക്ലയൻറ്റ് ഓർ റിവാർഡ് കീ എംപ്ലോയീസിനെ എംപ്ലോയീസിന് റിവാർഡ് കൊടുക്കാനും അതുപോലെ ക്ലയൻറ്റിനൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഇവൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇവൻറ്റ്സ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുക. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടിയും പറയാം, അതായത് ഒരു കമ്പനി അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അവരുടെ ബ്രാൻഡ് നെയിം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓരോ ഇവൻറ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യും. ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഏതാണ് ആദ്യം ഈ സ്പോൺസർ ചെയ്യുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ പേരൊന്നും നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് റീസൺസ് ഫോർ ട്രമൻഡസ് ഗ്രോത്ത് ഓഫ് സ്പോൺസർഷിപ്പ് ഇവൻറ്റ്.
ഈ ഇവൻറ്റ് പെട്ടെന്ന് വളരാനുള്ള അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റീസൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് കോസ്റ്റ് ഓഫ് അഡ്വർടൈസിങ് മീഡിയ. അതായത് അഡ്വർടൈസിങ് മീഡിയ ഒരു പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ് ആവേണ്ടി വരും. ചില ആളുകൾ കോടികൾ മുടക്കിയിട്ടൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കോസ്റ്റൊക്കെ കൂടി വരുന്ന കാരണം ഈ ഇവൻറ്റ്സിലൊക്കെ അവരെന്ത് ചെയ്യും, സ്പോൺസർഷിപ്പ് കൊണ്ടുവരും. നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ലേസിയർ ആക്ടിവിറ്റീസ് ആൻഡ് സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദം. അതായത് ഇന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് കൊണ്ടുവരും. ചിലപ്പോൾ സ്പോർട്സിൻ്റെ തന്നെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു സ്പോൺസർഷിപ്പ് ഐഡിയാസ് കൊണ്ടുവരികയാണെങ്കിൽ അവർ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ അവയർനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഗ്രേറ്റ് മീഡിയ കവറേജ് ഓഫ് സ്പോൺസേർഡ് ഇവൻറ്റ്. അതായത് ഒരുപാട് ആളുകൾ ഈ ഒരു ഇവൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IPL ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ ഒരുപാട് സ്പോൺസർഷിപ്പ് ആയിട്ടുള്ള കമ്പനീസ് അതിലുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ പരസ്യം ആളുകൾ കാണുന്നതാണ്. നെക്സ്റ്റ് വൺ, ഡിക്ലൈനിങ് എഫിഷ്യൻസി ഓഫ് ട്രഡീഷണൽ മീഡിയ അഡ്വർടൈസിങ്. ട്രഡീഷണൽ മീഡിയ അഡ്വർടൈസിങ്ങിൻ്റെയൊക്കെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, റെസ്ട്രിക്റ്റീവ് ഗവൺമെൻറ് പോളിസീസ് ഓൺ പ്രോഡക്റ്റ് ലൈക്ക് ടൊബാക്കോ ഓർ ആൽക്കഹോൾ ആഡ്സ്. ഈ ഒരു ടൊബാക്കോ അതുപോലെ ആൽക്കഹോൾ ആയിട്ടുള്ള അഡ്വർടൈസിംഗ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ആ പ്രൊഡക്ട്സിനൊക്കെ ഗവൺമെൻറ് പോളിസീസ് എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണമായിട്ട് ഇവരെന്ത് ചെയ്യും, സ്പോൺസർഷിപ്പ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരും. ഇതാണ് ഈ ഒരു ഗ്രോത്തിനുള്ള കാരണം. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്,